അതിരിസ് യാത്രയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ധോളവീര എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ധോളവീര എന്ന് പറയുന്ന സ്ഥലത്തെ ഫോസിൽ പാർക്ക് കാണുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഒരു പ്രദേശത്തുകൂടി ഞങ്ങൾ കടന്നു പോവുകയാണ്. ചുറ്റുപാട് നോക്കുകയാണ്, ഈ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ ഒരു അതിർത്തി പ്രദേശമാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ധോളവീര എന്ന് പറയുന്ന സ്ഥലത്തെ ഫോസിൽ പാർക്കിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. അതിന് തൊട്ടടുത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ഫലകങ്ങൾ വിവിധ ഭാഷകളിലുള്ളത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഡൈനോസറിൻ്റെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപവും എനിക്ക് മുൻവശത്ത് കാണുവാൻ സാധിക്കും. വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം നടന്നു ചെന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോസിൽ പാർക്ക് നിലനിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. കുറച്ചു ദൂരം കൂടി വാഹനങ്ങൾ പോകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 4 വീലർ 2 വീലർ എന്നിവ പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എങ്കിലും ഞങ്ങൾ നടന്നു പോകുവാൻ തന്നെ തീരുമാനിക്കുകയാണ്. അധികാരികൾ പാർക്ക് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ കാൽനടയായിട്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. വർഷങ്ങൾ പിന്നിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭാഗത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള വലിയൊരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേയുടെ ഭാഗമായിട്ട് ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ ഇത് സംരക്ഷിച്ചു പോരുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു പ്രദേശം നിലകൊള്ളുന്നത്. ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ മരുഭൂമി പോലെ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ ഒരു അതിർത്തി പ്രദേശമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അതിർത്തി വിട്ടുകഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പാകിസ്ഥാനാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഏതാനും കിലോമീറ്ററുകൾ ഫ്രീ ആയിട്ടിടുക എന്നുള്ളത് രാജ്യ നിയമമായതുകൊണ്ട് ആ ഒരു പ്രദേശത്തു കൂടിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ അതിർത്തി പ്രദേശം കഴിഞ്ഞാൽ ചുറ്റുപാടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മണലാരണ്യം എന്ന് നമ്മൾക്ക് മരുഭൂമി പറയുന്നത് പോലെ ഇവിടെ ഉപ്പ് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വൈറ്റ് റൺ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കൊറോണയ്ക്ക് മുമ്പ് ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. അധികം ആൾക്കാരൊന്നും ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് കൊറോണയ്ക്ക് ശേഷമാണ് ഈ ഒരു പ്രദേശം മനോഹരമായ രീതിയിൽ ഇതുപോലെ മോടി പിടിപ്പിച്ച് ഏറെ ടൂറിസ്റ്റുകൾക്ക് ആകർഷകത്വം തോന്നുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോടുകൂടി ഈ ഒരു പ്രദേശം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല മനോഹരമായൊരു കവാടം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. അതുപോലും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുകയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത്. ഫോസിൽ പാർക്ക് എന്ന ഇഷ്ടിക കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപം കൊണ്ട ഫോസിലുകൾ വളരെ പ്രത്യേകം ചില്ലുകൾ ഇട്ട് അകത്തേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇന്ന് ഇത് സംരക്ഷിച്ചു പോരുകയാണ്. ഈ അടുത്ത കാലത്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് വ്യക്തമാണ്. ടൂറിസം ഗുജറാത്തിൽ വളർന്നു വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയും തീർച്ചയായിട്ടും ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേയുടെ ഭാഗമായിട്ടും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഭാഗമായിട്ടും ഗുജറാത്ത് സ്റ്റേറ്റ് വളരെ ഭംഗിയായിട്ട് ഇത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപം കൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ പോലും എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഒരു വശത്ത് മലനിരകൾ, അതിന് താഴ്വാരത്തിൽ നിറച്ച് ഫോസിലുകൾ നിറഞ്ഞു നിൽക്കുന്നു. മറുവശത്ത് വൈറ്റ് റൺ എന്ന് പറയുന്ന ഭാഗം നിലകൊള്ളുകയാണ്. അതിൻ്റെ മറുഭാഗത്തേക്ക് ചെല്ലുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്കാണ് കടക്കുവാൻ സാധിക്കുക. എന്നാൽ നടന്ന് നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നടക്കുന്ന കാര്യമല്ല. കാരണം ചതിപ്പ് നിലങ്ങളാണ് ആ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഭാഗം മുഴുവനും സമുദ്രത്താൽ നിറഞ്ഞു നിൽക്കുകയും
ഇന്ന് അത് ഉപ്പ് കണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ചതിപ്പ് നിലങ്ങളാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ചത്. വീഡിയോയിൽ കാണുന്ന ഒരു അനുഭവമല്ല നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരുവാൻ ദീർഘദൂരം യാത്ര ചെയ്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഏറെ ത്യാഗം ആവശ്യമാണ്. മറ്റ് തരത്തിലുള്ള ടൂറിസം മേഖലകളൊന്നും ഈ ഭാഗത്തില്ല. ധോളവീര എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഏതാനും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഭാഗത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ധോളവീര എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന നല്ല ഒരു സംസ്കാരം ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല ഒരു വൈറ്റ് റാൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്ന വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടിരിക്കുന്ന ഫോസിൽ പാർക്കിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് അത് ചില്ലിട്ട് വളരെ ഭദ്രമായിട്ട് ഇന്ന് സൂക്ഷിച്ചു വന്നിരിക്കുകയാണ്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നമുക്ക് ഫോസിൽ പാർക്ക് എന്ന് എഴുതി വച്ചിരിക്കുന്നതും അതിന് ചുറ്റുപാടും ഇതുപോലെയുള്ള അവശേഷിപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ധോളവീര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കുവാൻ പ്രധാന കാരണമെന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം നിലകൊള്ളുന്നത് പാകിസ്ഥാനിലാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഭാഗം ഈ ഒരു ഭാരതത്തിലാണ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യമാണ്. നല്ല ഒരു അവശേഷിപ്പിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. വൈറ്റ് റൺ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. മനോഹരമായ ദൃശ്യഭംഗികളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു മലയിടുക്കിൻ്റെ താഴ്വാരത്താണ് ഈ ഒരു വൈറ്റ് റൺ നിലകൊള്ളുന്നത്. ഇവിടെ ഉപ്പുകൾ സമ്പന്നമായിട്ട് നിലകൊള്ളുകയാണ്. നമ്മൾ കടത്തിരുത്തി എന്ന് കഴിഞ്ഞാൽ മണൽ കാണുന്നതിന് പകരമായിട്ട് ഇവിടെ ഉപ്പ് കാണുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. തൊട്ടടുത്ത് നന്നായിട്ട് ഒരു ചെറിയൊരു തടാകം കാണാൻ സാധിക്കും. ആ തടാകം വറ്റിപ്പോകുന്ന സാധ്യതയുണ്ട്. ചൂട് കൂടി വരുന്ന അവസരത്തിലൊക്കെ അത് വറ്റിപ്പോകുന്ന രീതിയും കാര്യങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. അവിടെ നിന്ന് ഉപ്പി വാരിയെടുത്താണ് നമുക്ക് നമ്മുടെ വീടുകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അതിനെപ്പറ്റിയൊക്കെ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ മനോഹരമായ ഈ ഒരു സ്ഥലത്തെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒത്തിരിയേറെ തൂവലുകൾക്ക് എനിക്കൊക്കെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ തൂവലുകൾക്കിടെ ഒത്തിരിയേറെ ദേശാടന പക്ഷികൾ ഈ ഒരു സ്ഥലത്ത് വരാറുണ്ട് എന്നുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ പക്ഷികളുടെ വിഹാര കേന്ദ്രമായിട്ട് ഈ വൈറ്റ് റൺ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. താങ്ക് യു. പ്രസിദ്ധമായ വൈറ്റ് റണ്ണിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതിൻ്റെ ഓപ്പോസിറ്റിൽ സൈഡിൽ കാണപ്പെടുന്നത് കാതിർ മലനിരക്കുകളാണ്. പുരാതന കാലത്ത് വളരെ ഫേമസ് ആയിരുന്ന ഹാരപ്പൻ സംസ്കാരം നിലകൊണ്ടിരുന്ന സ്ഥലമാണിത്. പിന്നീട് സരസ്വതി നദി ഒഴുക്ക് മാറിപ്പോയതിൻ്റെ ഫലമായിട്ട് ഇവിടെ മരുഭൂമിയായി മാറുകയും കുന്നുകൾ രൂപപ്പെടുകയും ചെയ്തു. പറയപ്പെടുന്നത് ഓസ്ട്രേലിയ, മഡഗാസ്കർ എന്നീ ഭാഗങ്ങൾ ഇന്ത്യയുമായി കൂടിക്കിടന്നിരുന്ന സമയത്ത് വളരെ നല്ലൊരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് കാതിർ മലയിടുക്കുകൾ അല്ലെങ്കിൽ കുന്നുകൾ. നോക്കത്താ ദൂരത്തോളം ഉപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തു കൂടി കടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ ഏറെ പ്രയാസമേറിയ കാര്യമാണ്. എങ്കിലും ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉപ്പ് ചതിപ്പ് നിലങ്ങളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അത്രമാത്രം കാല് താന്നു പോകുവാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു ഉപ്പ് ചതിപ്പ് നിലങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. അതുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ഷൂ പോലും താഴേക്ക് താന്നു പോകുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ലവണാംശം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തോടു കൂടിയ ഉപ്പ് പ്രദേശമാണ് ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത്.